ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പെരട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. ഇതൊരു ഗ്രേവി ആയിട്ടും എടുക്കാം, അതേമാതിരി തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ഏലക്കായ, 4 ഗ്രാമ്പു, 1 കഷ്ണം കറുവാപ്പട്ട എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ 3 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അധികം എരിവുണ്ടാവില്ല. ഇനി നിങ്ങൾ ഇതിന് പകരം സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിന് പകരം 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ കറിയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ ചിക്കൻ കഷ്ണങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് മാറുന്നതാണ്. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അഥവാ ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ ഒരു ചിക്കൻ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.